ഹായ്, എൻ്റെ പേര് സെബിൻ തോമസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത് ജീവശാസ്ത്രം വിഷയമാണ്. ഈ വർഷത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മുടെ ജീവശാസ്ത്രം പരീക്ഷയുമായി ബന്ധപ്പെട്ട് 40 മാർക്കിൻ്റെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണുള്ളത്. 15 മിനിറ്റുള്ള കൂൾ ഓഫ് ടൈമാണ് നമുക്കുള്ളത്. കൂൾ ഓഫ് ടൈമിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എല്ലാവിധ ചോദ്യങ്ങൾക്കും ചോയ്സ് ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ല ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും മാക്സിമം മാർക്ക് നേടുന്നതിനും കൂൾ ഓഫ് ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. 4 വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ വിഭാഗത്തിൽ 1 സ്കോറിൻ്റെ ചോദ്യങ്ങളും, രണ്ടാമത്തെ വിഭാഗത്തിൽ 2 സ്കോറിൻ്റെയും, മൂന്നാമത്തെ വിഭാഗത്തിൽ 3 സ്കോറിൻ്റെയും, നാലാമത്തെ വിഭാഗത്തിൽ 4 സ്കോറിൻ്റെയും ചോദ്യങ്ങളാണുള്ളത്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളാണ് 1 സ്കോറിനുള്ളത്. അതിൽ 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ സാധാരണയായി ഈ വിഭാഗത്തിൽ വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത്. പദജോടി ബന്ധം കണ്ടെത്തി ശരിയായ ഉത്തരം നൽകുക എന്നുള്ള മറ്റൊരു ചോദ്യവും ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുന്ന ചോദ്യങ്ങളും 1 സ്കോറിൻ്റെതായി വരാറുണ്ട്. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തി എഴുതാനുള്ള ചോദ്യങ്ങളും 1 സ്കോറിൻ്റെതായി വരുന്നുണ്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്തുള്ള തെറ്റ് കണ്ടെത്തുകയും ആ തെറ്റ് തിരുത്തി എഴുതുന്നതിനുള്ള ചോദ്യങ്ങളും 1 സ്കോറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവയാണ്. അടുത്ത വിഭാഗം 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ നിന്നും 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതമാണ് ഉള്ളത്. എ കോളത്തിനനുസരിച്ച് ബി കോളം ശരിയാക്കി എഴുതുന്ന ചോദ്യങ്ങൾ 2 സ്കോറിൽ പതിവായി വരുന്നവയാണ്. ചിത്രീകരണ വിശകലനങ്ങൾ സാധാരണയായി 2 സ്കോറിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തന്നിരിക്കുന്ന ചിത്രമോ ചിത്രീകരണമോ വിശകലനം ചെയ്ത് ശരിയുത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. തന്നിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളും 2 സ്കോറിൽ പതിവായി കാണാറുണ്ട്. 14 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതമാണുള്ളത്. ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത, ഇവിടെ 2 ചോദ്യങ്ങൾ നമുക്ക് വിടാവുന്നതാണ്. ഇതിൽ 5 ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. കുറച്ചുകൂടി വിശദമായ തരത്തിലുള്ള ചിത്രീകരണ വിശകലന ചോദ്യങ്ങൾ 3ാമത്തെ വിഭാഗത്തിൽ 3 സ്കോറിനുള്ള ചോദ്യങ്ങളിൽ വരാറുണ്ട്. എ കോളത്തിനനുസൃതമായി ബി, സി കോളങ്ങൾ കൂടി ശരിയാക്കി എഴുതേണ്ട ചോദ്യങ്ങളും 3 മാർക്കിന് സാധാരണ വരാറുണ്ട്. തന്നിരിക്കുന്ന ഗ്രാഫ് വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് പതിവായി ജീവശാസ്ത്ര ചോദ്യപേപ്പറിൽ 3 സ്കോറിന് വരാറുള്ള ചോദ്യമാണ്. എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ഉത്തരമെഴുതാൻ സാധിക്കുന്ന പൊതുവിജ്ഞാന വിഭാഗത്തിലുള്ള ചോദ്യങ്ങളും 3 സ്കോറിന് വരാറുണ്ട്. ഉദാഹരണമായി ദുശീലങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പോസ്റ്റർ നിർമ്മാണം, സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നു. ക്രമമായ പ്രവർത്തനങ്ങളുടെ ക്രമം തെറ്റിച്ചു തരികയും അവ ശരിയാക്കി എഴുതുകയും ചെയ്യേണ്ട ചോദ്യങ്ങളും 3 സ്കോറിനുള്ള ചോദ്യങ്ങളിൽ പതിവായി കാണും. ജോഡി ചേർക്കേണ്ട ചോദ്യങ്ങളും ഇതിൽ പതിവായി വരാറുണ്ട്. ഒരു ഉദാഹരണമായി ഒരു ജോഡി തരികയും മറ്റുള്ള 3 ജോഡികൾ ശരിയായി എഴുതുകയും ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം. അവസാന വിഭാഗത്തിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 4 സ്കോർ വീതമാണുള്ളത്. ഒരു മിനിമം മാർക്ക് വാങ്ങേണ്ട കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ആ മാർക്ക് വാങ്ങാൻ സാധ്യതയുള്ള ചിത്ര ലേബൽ ചെയ്യുന്നുള്ള ധാരാളം ചോദ്യങ്ങളും ഈ ഗ്രൂപ്പിൽ കാണാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിത്രം വരയ്ക്കുന്നതിന് 1 സ്കോറും 3 ഭാഗങ്ങൾ ലേബൽ ചെയ്യുന്നതിന് 3 സ്കോറും അടക്കം 4 സ്കോറാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് വരാറുള്ളത്. പല കുട്ടികളും ചിത്രം വരയ്ക്കുകയും എന്നാൽ ചിത്രത്തിൽ ലേബൽ ചെയ്യാതെ താഴെ എഴുതി വയ്ക്കുന്ന ഒരു പ്രവണത പൊതുവായി കാണാറുണ്ട്. അത് ശരിയല്ല. ചിത്രത്തിൽ കൃത്യമായി ലേബൽ ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് ലേബൽ ചെയ്താൽ മാത്രമേ മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. കൂടുതൽ സങ്കീർണമായ ചിത്രീകരണ വിശകലന ചോദ്യങ്ങളും 4 സ്കോറിനായി വരാറുണ്ട്. ജീവശാസ്ത്ര പരീക്ഷയെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു ആശയം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് ഉത്തരം എഴുതാനും ഓരോ ചോദ്യങ്ങൾക്കും നൽകിയ മാർക്കിനനുസരിച്ചുള്ള പ്രാധാന്യത്തോടുകൂടി ഉത്തരം എഴുതാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും മൈ റേഡിയോ 90 FM പേരിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് സെബിൻ തോമസ്.